എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? സോ വി വർ ഡീലിംഗ് അബൌട്ട് ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നിർത്തിയത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഗെമറ്റോജെനസിസ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ ആദ്യം ഗെമറ്റോജെനസിസ്, എങ്ങനെയാണ് ഗാമീറ്റുകൾ ഫോം ചെയ്യുന്നത്? പോളൻ ഫോർമേഷൻ, പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നു. മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിൻ ആണ്. ഫീമെയിൽ ഗാമേറ്റ് എഗ്ഗിൻ്റെ ഫോർമേഷൻ ഓഫ് എഗ്ഗും നമ്മൾ മെഗാസ്പൊറാഞ്ചിയം ഓവ്യൂളിനകത്ത് എഗ്ഗ് ഫോം ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടതാണ്. The next one, after gametogenesis, the process is pollen transfer. You know how these pollen grains are transferred, and the process is known as pollination. So, what are the types of pollination? Yes, you know there are mainly three types of pollination. ഏതൊക്കെയായിരുന്നു? Autogamy, geitonogamy and xenogamy. Can you recollect which of them are self-pollination methods? Autogamy അറിയാം, it's purely a self-pollination method. Geitonogamy, in the sense genetically it is self-pollination, but functionally it is cross-pollination. And the xenogamy, you know, it's purely cross-pollination. So the methods of self-pollination and cross-pollination, we have studied it in very detail during the last class. Not only that, we have also seen the adaptations in various plants for performing this type of pollination. So, can you tell me one adaptation seen in plants for self-pollination? അതായത് ഓട്ടോഗമി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ തന്നെ നടക്കും എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ചെടികൾ കണ്ടിരുന്ന ഒരു മെക്കാനിസം നിങ്ങൾ പഠിച്ചതാണ്, ഒന്ന് പറയാമോ? ഏതാണത്? യെസ്, ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഓഫ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. എന്താണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത? ദ ഫ്ലവേഴ്സ് വിച്ച് നെവർ ഓപ്പൺ, ദേ ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. സോ വി ക്യാൻ അഷ്വർ ഇൻവേരിയബിളി ഓട്ടോഗാമസ് ആണ്. അവരിൽ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കൂ എന്ന് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. സെൽഫ് പോളിനേഷൻ മാത്രം നടന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജനറേഷൻസ് ഉണ്ടായാൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് അതിനുണ്ടാവുമോ? യെസ്, കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ മേ ലീഡ് ടു എ സിറ്റുവേഷൻ കോൾഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. എന്താണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നിങ്ങൾക്കറിയാം, ബിക്കോസ് ഓഫ് ദ റിസൾട്ട് ഓഫ് കണ്ടിന്യൂവസ് സെൽഫ് പോളിനേഷൻ. തുടർച്ചയായിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു വന്നാൽ പിന്നീട് ഉണ്ടാകുന്ന തലമുറ ഫെർട്ടിലിറ്റി എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. പ്രൊഡക്ടിവിറ്റിയിലോ എന്താ പ്രൊഡക്ടിവിറ്റി? ഉൽപ്പാദനക്ഷമത. ഇതിൽ രണ്ടിലും, ഫെർട്ടിലിറ്റിയിലോ പ്രൊഡക്ടിവിറ്റിയിലോ ഒക്കെ പഴയ തലമുറയിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻ തലമുറയിൽപ്പെട്ട പാരൻസിനോട് സാമ്യത ഇല്ലാത്തതായിട്ട് അല്ലെങ്കിൽ അവരുടെ വിഗർ കുറഞ്ഞ ഒരു ജനറേഷനായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ ഫെർട്ടിലിറ്റിയിലും പ്രൊഡക്ടിവിറ്റിയിലും ലോസ് ഉണ്ടാകുന്ന ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുക. സോ വി ക്യാൻ ഡിഫൈൻ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ആസ് ദ ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ. കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ്റെ റിസൾട്ടായിട്ടുള്ള ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാനായിട്ട് സസ്യങ്ങൾ എന്തെങ്കിലും അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിസം അവരിലുണ്ടാവുമോ? തീർച്ചയായിട്ടും. സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സസ്യങ്ങളിൽ കാണുന്ന ചില മെക്കാനിസംസ് ഉണ്ട്. വി ക്യാൻ കോൾ സച്ച് മെക്കാനിസംസ് ആസ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. സോ എന്താണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ്? The adaptations seen in plants to discourage self-pollination and to encourage cross-pollination are outbreeding devices. ഇന്നോട്ട് നോക്കൂ, സസ്യങ്ങളിൽ സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാനും ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാനും കാണിക്കുന്ന അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അത്തരം മെക്കാനിസത്തിനെയാണ് നമ്മൾ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുക. ഏതൊക്കെ തരം ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകൾ? ലെറ്റ് us now discuss about some of the outbreeding devices seen in plants. ചില സസ്യങ്ങളിൽ കാണുന്ന
ചില മെക്കാനിസം ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. The first mechanism is pollen release and stigma receptivity not synchronized. ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ്, സസ്യങ്ങളിൽ കാണുന്ന ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിങ്ക്രണൈസ്ഡ്. ഓട്ടോഗമി, എന്തുവാ ഓട്ടോഗമി? സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു നിങ്ങൾ അറിഞ്ഞൊരു കാര്യമാണ്, പോളൻ്റെ റിലീസും സ്റ്റിഗ്മയുടെ റിസെപ്റ്റിവിറ്റിയും, അതായത് റിലീസ് ചെയ്താൽ അത് സെൽഫ് പോളിനേഷൻ നടക്കണമെങ്കിൽ ആ സസ്യത്തിലെ പോളൻ ഗ്രെയിൻ അതേ സസ്യത്തിലെ അല്ലെങ്കിൽ അതേ പുഷ്പത്തിലെ സ്റ്റിഗ്മയിൽ തന്നെ പതിക്കണം. അതിന് പോളൻ്റെ റിലീസും സ്റ്റിഗ്മ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന സമയവും ഒരേപോലെ ആയിരിക്കണം. ഒരേ സമയത്ത് രണ്ടും മെച്ചുറായാൽ മാത്രമാണ് സെൽഫ് പോളിനേഷൻ ഇഫക്റ്റീവ് ആവുക. സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കേണ്ടത്? ഇത് രണ്ടും രണ്ട് സമയത്ത് മെച്ചുറായാൽ മതി. അതാണിത് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിങ്ക്രണൈസ്ഡ്. അതായത് ചില കേസിൽ ആന്തർ നേരത്തെ മെച്ചുറാവും. ആൻഡ് വി കോൾ ദിസ് കണ്ടീഷൻ ആസ് ഡൈക്കോഗമി. ഡൈക്കോഗമി എന്ന ടേമാണ് നമ്മൾ ഈ ഒരു പ്രതിഭാസത്തിന്, ഈ ഒരു മെക്കാനിസത്തിന് യൂസ് ചെയ്യുക. ഡൈക്കോഗമി രണ്ട് രീതിയിലാകാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോളൻ മെച്യൂർ ചെയ്യുന്നത് നേരത്തെ ആവാം. ദാറ്റ് ഇസ് പ്രോടാൻഡ്രി. പ്രോടാൻഡ്രി എന്ന് പറയുന്ന കണ്ടീഷൻ, ദറ്റ് ഈസ് ആന്തർ മെച്യൂർസ് ഫസ്റ്റ്. പക്ഷെ ചില കേസിൽ സ്റ്റിഗ്മയായിരിക്കും ആദ്യം മെച്ചുറാവുക, പോളൻ പിന്നീടായിരിക്കും മെച്ചുറാവുക. അത്തരം കണ്ടീഷനാണ് പ്രോട്ടോഗൈനി. സോ ഡൈക്കോഗമി എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? ഇറ്റ്സ് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിങ്ക്രണൈസ്ഡ്. അങ്ങനെ വരുമ്പോൾ ആ പൂവിലെ പോളന് ഒരു കാരണവശാലും അതിൻ്റെ സ്റ്റിഗ്മയിൽ പതിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇനി ആ ചെടിയിലെ ഒരു പൂവിലും അതിൽ പതിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കില്ല. അവിടെ എന്ത് തന്നെ നടക്കുകയുള്ളൂ? ക്രോസ് പോളിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് മറ്റൊരു ഡിവൈസാണ്, അല്ലെങ്കിൽ മറ്റൊരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ്. The anther and stigma placed at different position so that the pollen cannot come in contact with the stigma of that flower. The anther and stigma placed at different positions. ഞാനൊരു ചെടി കാണിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഈ സസ്യത്തിൽ ഈ ഫ്ലവർ ഒന്ന് നോക്കിയാൽ, ഈ പൂവ് നിങ്ങൾക്കെല്ലാം നല്ല പരിചയമുള്ള ഒരു പൂവാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ പൂ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്റ്റിഗ്മ താഴേക്കാണ്, സ്റ്റിഗ്മയുടെ പൊസിഷൻ ആന്തർ സൈഡ് മുകളിലേക്കും. അപ്പോൾ ഇവിടെ ഈ ആന്തറിലുണ്ടാകുന്ന പൂമ്പൊടി ഒരു കാരണവശാലും എവിടെ വീഴില്ല, ഇതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ട് സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യുന്ന ഔട്ട് ബ്രീഡിംഗ് ഡിവൈസിന് ഹെർക്കോഗമി എന്നാണ് നമ്മൾ പറയാറുള്ളത്. മൂന്നാമത്തെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ്, മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് എ ജനറ്റിക് മെക്കാനിസം വിച്ച് പ്രിവെൻറ്റ് സെൽഫ് പോളൻ ഫ്രം ഫെർട്ടിലൈസിംഗ് ദ ഓവ്യൂൾസ് by inhibiting pollen germination or pollen tube growth in the pistil. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഒരു ജനറ്റിക് മെക്കാനിസമാണ്. ജനിതകപരമായിട്ട് ഒരു സസ്യത്തിന് ആ സസ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ ചെടിയുടെ തന്നെ പോളനെ തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കാനുള്ള കഴിവ്, അതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഒരു ഉദാഹരണം പറയാം. ഒരു സസ്യം, ലെറ്റ് ഇറ്റ് ബി ദ പ്ലാന്റ് എ എന്ന പ്ലാന്റിൽ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ്, ആ പോളൻ ഗ്രെയിൻസിന് എ എന്ന പ്ലാന്റിലെ സ്റ്റിഗ്മയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ജേർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എ എന്ന പ്ലാന്റിൻ്റെ സ്വന്തം പോളനാണ്, പക്ഷേ ആ എ എന്ന പ്ലാന്റിൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ജേർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഏത് പോളനായിരിക്കും അതിൽ ജേർമിനേറ്റ് ചെയ്യുക? അത് സ്വീകരിക്കുന്നത് അതേ സ്പീഷീസിൽപ്പെട്ട ബി എന്ന മറ്റൊരു പ്ലാന്റിൻ്റെ പോളനെ മാത്രമാണ് അതിന് സ്വീകരിച്ച്
അവിടെ ജെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം പോളനെ തിരിച്ചറിഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുന്ന ചെടിയുടെ ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുക. അപ്പോൾ നമ്മൾ 3 ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകളാണ് പരിചയപ്പെട്ടത്. ഇനി 4ാമത്തെ മറ്റൊരു മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ്. സോ വാട്ട് ഈസ് ദ ടേം യൂണിസെക്ഷുവൽ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ് സെക്ഷുവാലിറ്റി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ബൈസെക്ഷുവൽ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്, യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് ഉണ്ട്. യു ആർ ഫെമിലിയർ അബൌട്ട് ദ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് ആൻഡ് പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ്. പപ്പായ പ്ലാന്റ് is a plant which produces pistillate flowers and staminate flowers in different plants. Papaya plants have male plants and female plants. Male plants produce male flowers and female plants produce female flowers. അത്തരം പ്ലാന്റ്സിനെയാണ് നമ്മൾ ഡൈഷ്യസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്. ഇനി കോക്കനട്ട് പ്ലാന്റ് എടുത്താലോ? കോക്കനട്ടിൽ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആണ്. ദേ ഹാവ് മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ, ബട്ട് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം പ്ലാന്റ്. അതിനെ നമ്മൾ എന്താ വിളിച്ചേ? മൊണീഷ്യസ് പ്ലാന്റ്സ് എന്ന് വിളിച്ചു. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് എന്ന ഔട്ട്ബ്രീഡിംഗ് മെക്കാനിസം മൊണീഷ്യസ് പ്ലാന്റ്സിലും ഡൈഷ്യസ് പ്ലാന്റ്സിലും കാണാം. കോക്കനട്ട് പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ദേ ഹാവ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഓട്ടോഗമി നമുക്ക് തടയാൻ പറ്റും. പക്ഷേ ജിഗ്നോഗമി എന്ന 2ാമത്തെ സ്റ്റേജ് അവിടെ തടയാൻ പറ്റില്ല. പക്ഷേ പപ്പായ പ്ലാന്റിലാണെങ്കിലോ ദേ ആർ ഓൺ ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഓൺ ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു തരത്തിലുള്ള സെൽഫ് പോളിനേഷനും നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് ഇസ് ഓൾസോ എ mechanism which can be considered as outbreeding device. So ഒന്നുകൂടെ നമ്മൾ നോക്കിയാലോ? ഏതൊക്കെയായിരുന്നു 4 ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകൾ നമ്മൾ കണ്ടത്? ഒന്ന്, സിങ്ക്രണൈസേഷൻ ഇല്ലാതിരിക്കുക. പോളൻ്റെ റിലീസും സ്റ്റിഗ്മയുടെ റിസെപ്റ്റിവിറ്റിയും തമ്മിൽ സിങ്ക്രണൈസേഷൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക. 2ാമത്തേത് എന്തായിരുന്നു? ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊസിഷൻ മാറി കാണപ്പെടുന്നു. 3ാമത് നമ്മൾ കണ്ടത് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. സ്വന്തം പോളനെ തിരിച്ചറിഞ്ഞ് റിജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. 4ാമത്തേത് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷുവൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക വഴി സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇനിയും ധാരാളം ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകൾ പ്രകൃതിയിൽ പല സസ്യങ്ങൾ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് വീഡിയോ കണ്ടില്ലേ? നമുക്ക് ചുറ്റും നിരന്തരം നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ധാരാളം ചിത്രശലഭങ്ങളും വണ്ടുകളും ഒക്കെ നമ്മുടെ ഗാർഡനിൽ നിരന്തരം പല ചെടികളെയും വിസിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ബട്ടർഫ്ലൈക്ക് അറിയോ അത് പോളിനേഷൻ നടത്തുകയാണെന്ന്? ഇല്ല, ബട്ടർഫ്ലൈക്ക് അറിയില്ല. ബട്ടർഫ്ലൈ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ചിട്ട് സം ആർ റോബേഴ്സ് അല്ലേ? പോളൻ റോബേഴ്സ് ഉണ്ട്, നെക്ടർ റോബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ പല ആവശ്യങ്ങൾക്ക് ഭക്ഷണം പോളനെ ഭക്ഷിക്കാനായിട്ടും നെക്ടർ എടുക്കാനും ഒക്കെ ആയിട്ടാണ് ഈ പല പൂക്കളും വിസിറ്റ് ചെയ്യുന്നത്. വിസിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പോളിനേഷൻ നടക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ ബട്ടർഫ്ലൈ ഒരു റോസ് ഫ്ലവറിൽ ഇരുന്നിട്ട് അടുത്ത് വീണ്ടും ഒരു റോസ് ഫ്ലവറിൽ തന്നെ ഇരിക്കും എന്ന് ഉറപ്പാണോ? അതല്ലെങ്കിൽ ഒരു പീ പ്ലാന്റിൽ ഇരുന്നിട്ട് അത് അടുത്ത ഫ്ലവർ പീ പ്ലാന്റിൽ തന്നെ പോയിരിക്കും എന്ന് ഉറപ്പാണോ? ഉറപ്പല്ല. അപ്പോൾ ആദ്യം ഇരുന്ന പീ പ്ലാന്റിൽ നമുക്കൊരു ഉദാഹരണം പീ പ്ലാന്റ് തന്നെ എടുക്കാം. പയറ് ചെടിയില്ലേ? അപ്പോൾ ഒരു പയറ് ചെടിയിൽ ഇരുന്നിട്ട് അടുത്ത പയറ് ചെടിയിൽ തന്നെ അത് പോയിരിക്കണം എന്നുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു പയറ് ചെടി കണ്ടിട്ട് ബട്ടർഫ്ലൈ പോകുന്നത് അടുത്ത റോസിലേക്കായിരിക്കും. പക്ഷേ ഈ പൂമ്പൊടി കറക്റ്റായിട്ട് പയർ ചെടിയുടേതാണോ റോസ് ഫ്ലവറിൻ്റേതാണോ എന്ന് ചെടി എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു
സ്വീകരിക്കാൻ കഴിയുന്ന പോളനെ മാത്രമേ ചെടികൾ സ്വീകരിക്കാറുള്ളൂ. എങ്ങനെയാണ് ചെടിക്ക് ഇതറിയുക റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ഏതാണ്, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കേണ്ട പോളൻ ഏതാണ് എന്ന് ചെടി എങ്ങനെയാണ് മനസ്സിലാക്കുക? എപ്പോഴും പിസ്റ്റലിനുള്ള ഏറ്റവും വലിയ കഴിവാണ്, സ്റ്റിഗ്മയുടെ ഒരു പ്രത്യേകതയാണ്, ദി പിസ്റ്റൽ അക്സെപ്റ്റ്സ് ഓൺലി ദ റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ. ഒരു സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റലിനെ സംബന്ധിച്ച് ഏതാണ് റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ, വിച്ച് ഈസ് റൈറ്റ് ടൈപ്പ് പോളൻ ഫോർ എ പിസ്റ്റൽ? നിങ്ങൾക്കറിയാമല്ലോ, ചെടികൾ വ്യത്യസ്ത തരങ്ങളിലുണ്ടാവാം. സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നതുണ്ട്, ക്രോസ് പോളിനേറ്റ് ചെയ്യുന്നതുണ്ട്. ഒരു സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചെടിയെ സംബന്ധിച്ചിടത്തോളം ആ ചെടിയിലെയോ അല്ലെങ്കിൽ ആ പൂവിലെയോ പോളനാണ് റൈറ്റ് പോളൻ. അതാണ് ആ ചെടിയുടെ കോമ്പാറ്റബിൾ പോളൻ. പക്ഷേ ഒരു ക്രോസ് പോളിനേഷൻ നടക്കുന്ന ചെടിയെ സംബന്ധിച്ചിടത്തോളം ആ പൂവിലെയോ അല്ലെങ്കിൽ ആ സസ്യത്തിലെയോ പോളൻ അതിൻ്റെ റൈറ്റ് പോളൻ അല്ല, ഇറ്റ്സ് റോങ് പോളൻ. അതിന് കോമ്പാറ്റബിൾ ആയ പോളൻ അതേ സ്പീഷീസിൽപ്പെട്ട വേറൊരു ചെടിയിലെ പോളനാണ്. So the pistil have the capacity to identify whether the pollen reaching it is wrong type or right type. എങ്ങനെയാണ് പോളൻ ഈ പിസ്റ്റലിന് ഈ പോളനെ തിരിച്ചറിയാൻ കഴിയുന്നത്? How can this pollen be recognized? How can this stigma recognize the correct pollen? The right or wrong pollen is recognized as a result of the continuous dialogue between the pollen grain and the pistil, which is mediated by chemical components of the pollen interacting with those of the pistil. ഈ പിസ്റ്റലുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന പോളൻ, ദ പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് ചില കെമിക്കൽസ് ആണ്. ചില പ്രത്യേകതരം കെമിക്കലുകളുടെ സഹായത്തോടു കൂടി പിസ്റ്റലിന് തന്നിൽ എത്തിയിരിക്കുന്ന പോളൻ റോങ് ടൈപ്പാണോ റൈറ്റ് ടൈപ്പാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ദ റൈറ്റ് ടൈപ്പ് ഓഫ് ദ പോളൻ, വെദർ ദ പോളൻ ഈസ് ഓഫ് റൈറ്റ് ടൈപ്പ് ഓർ റോങ് ടൈപ്പ് എന്ന് പിസ്റ്റലിന് തിരിച്ചറിയാൻ ഈ കെമിക്കൽസിൻ്റെ സഹായത്തോടു കൂടി കഴിയും. അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിൽ അല്ലെങ്കിൽ പോളനും പിസ്റ്റലും തമ്മിൽ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് റൈറ്റ് ടൈപ്പ് ഓഫ് പോളനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും റോങ് ടൈപ്പാണ് പോളൻ എന്നറിയുകയാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ദ റോങ് ടൈപ്പ് പോളൻ വിൽ ബി റിജക്റ്റഡ് ബൈ ദ പിസ്റ്റൽ ആൻഡ് ദ റൈറ്റ് ടൈപ്പ് വിൽ ബി അക്സെപ്റ്റഡ്. പോളൻ ഗ്രെയിൻ റൈറ്റ് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? So, as you know, the male gametes inside the pollen grain have to reach the egg in order to fertilize. Pistil stigmail padikkunna pollen grain, it have to pass through the style, reach the ovary, have to enter the ovule, ovule nagathulla egg vare adu ettanam. എന്നാലാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. So, in order to reach there, the pollen have to germinate in the stigma. Pollen stigmaയിൽ എത്തിക്കഴിഞ്ഞ് റൈറ്റ് ടൈപ്പ് പോളനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ the pollen have to germinate in the stigma. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. പോളൻ ജെർമിനേഷൻ മനസ്സിലാകണമെങ്കിൽ we have to recollect the structure of pollen grain. Structure of pollen grain വളരെ നന്നായിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാം. പോളൻ ഗ്രെയിൻ is made up of an outer exine which is made up of a very hard substance. എന്താണത്? sporopollenin. Exinil we can see certain places where the sporopollenin is absent. എന്താ ആ ഭാഗത്തിന് നമ്മൾ പേര് പറഞ്ഞത്? Yes, they are germ pores. And the inner layer is made up of intine. Intine നിർമ്മിതമായ ഒരു അകത്തെ പാളിയും എക്സൈൻ നിർമ്മിതമായ ഒരു പുറം പാളിയും ഉള്ളതാണ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻസിൽ കാണുന്ന ഈ ജേം പോഴ്സിലൂടെയാണ് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുക. സോ ദ ഔട്ടർ വാൾ ഇസ് എക്സൈൻ ആൻഡ് ദ ഇന്നർ വാൾ ഇസ് intine. You also have studied that around 60% of the plants shed their pollen grain in the two-celled condition, and the remaining 40% shed it in the three-celled condition.
So what is this 2-celled and 3-celled condition? Which are the 2 cells present in the pollen grain? ഏതൊക്കെയാണ് pollen grainൽ കാണുന്ന 2 സെല്ലുള്ള കണ്ടീഷനിലും 3 സെല്ലുള്ള കണ്ടീഷനിലും pollen grain ഷെഡ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഏതാണ് ഈ 2 സെല്ലുള്ള കണ്ടീഷൻ? യെസ്, the generative cell and the vegetative cell. ചില pollen grainൽ ജനറേറ്റീവ് സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്ത്, ഏതാ ഡിവിഷൻ? മിയോസിസ് ആണോ മൈറ്റോസിസ് ആണോ? മൈറ്റോസിസ് ആണ് അല്ലേ? ജനറേറ്റീവ് സെല്ലിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 2 മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്ത് 3-സെൽഡ് കണ്ടീഷനിൽ റിലീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലതിൽ ജനറേറ്റീവ് സെല്ലായിട്ടും വെജിറ്റേറ്റീവ് സെല്ലായിട്ടും തന്നെ പോളൻ ഗ്രെയിനെ ഷെഡ് ചെയ്യുമെന്നും പഠിച്ചു. ഇനി പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ് നോക്കൂ. ജേം പോഴ്സിലൂടെ എന്ത് സംഭവിക്കും? ദ പോളൻ ട്യൂബ് ഗ്രോസ് ഡൗൺ. ഇൻഡൈൻ ജേം പോറിലൂടെ പോളൻ ട്യൂബായിട്ട് വളരാൻ തുടങ്ങും. വളരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ദ കണ്ടൻസ് ഓഫ് ദ പോളൻ ഗ്രെയിൻ മൂവ് ഇൻ ടു ദ പോളൻ ട്യൂബ്. പോളൻ ഗ്രെയിനിനകത്തുള്ള കണ്ടൻറ്റ് എവിടേക്ക് മാറാൻ തുടങ്ങും? പോളൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യും. If it is in the 2-celled condition, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറേറ്റീവ് സെൽ വെജിറ്റേറ്റീവ് സെൽ എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ the generative cell divides mitotically inside the pollen tube. 2 മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നതിനുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ പോളൻ ട്യൂബിനകത്ത് വെച്ച് നടക്കും. അതല്ല 3-celled കണ്ടീഷനിലാണ് ഓൾറെഡി 2 മെയിൽ ഗ്യാമേറ്റ് ആയിട്ടാണ് പോളൻ ട്യൂബിനകത്തേക്ക് വരുന്നതെങ്കിൽ അതങ്ങനെ തന്നെ പോളൻ ട്യൂബിനുള്ളിലൂടെ വളരും. ദെൻ ദ പോളൻ ട്യൂബ് ഗ്രോസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ. സ്റ്റൈലിലൂടെ താഴേക്ക് വളരാൻ തുടങ്ങും. ദ പോളൻ ട്യൂബ് പ്രൊഡ്യൂസസ് സർട്ടൻ എൻസൈംസ് വിച്ച് ക്യാൻ ഡൈജസ്റ്റ് ദ സെൽസ് സീൻ ഇൻ ദ സ്റ്റൈൽ. സ്റ്റൈലിലുള്ള സെല്ലുകളൊക്കെ പോളൻ ട്യൂബിലുണ്ടാകുന്ന എൻസൈമുകളുടെ സഹായത്തോടു കൂടി ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് പോളൻ ട്യൂബ് താഴേക്ക് വളരാനായിട്ട് തുടങ്ങും. വളരുന്നതിനോടൊപ്പം തന്നെ അതിനകത്തുള്ള വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നതായിട്ടും കാണാം. ഇത്തരത്തിൽ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പോളൻ ട്യൂബിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? പോളൻ ട്യൂബിൽ 2 മെയിൽ ഗ്യാമേറ്റുകൾ മാത്രമാകും. ഈ പോളൻ ട്യൂബ് ഇറ്റ് റീച്ചസ് ദ ഓവറി. സ്റ്റൈലിലൂടെ വളർന്നിട്ട് ഇറ്റ് റീച്ചസ് ദ ഓവറി. The ovary is the lowermost part of the pistil. പിസ്റ്റലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തുള്ള ഓവറിയിലേക്ക് എത്തുന്നു. ഓവറിയിലൂടെ അത് ഓവ്യൂളിനകത്തേക്ക് കടക്കുന്നു. സോ യു നോ ദ സ്ട്രക്ചർ ഓഫ് എ മെച്യൂർ ഓവ്യൂൾ. മെച്യൂർ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഇൻറ്റഗ്യുമെൻ്റ് ഇല്ലാത്ത ഭാഗം, ദറ്റ് ഈസ് ദ മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാർ എൻഡിലാണ് എഗ് അപ്പാരറ്റസ് ഉള്ളത്. എഗ് അപ്പാരറ്റസിൽ 3 സെല്ലുകളാണുള്ളത്. നടുവിലുള്ളത് എഗ്ഗും 2 സൈഡിൽ സിനോജിഡ്സ്. സോ when this pollen tube reaches the ovule, usually it enters the ovule through the micropyle. മൈക്രോപൈലിലൂടെ ഓവ്യൂളിനുള്ളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. So there are certain projections in the micropylar wall of the synogyds. Synogydsൻ്റെ മൈക്രോപൈലാർ എൻഡിലുള്ള വാൾസിൽ there are certain cellular projections. We call such projections as filiform apparatus. അത്തരത്തിൽ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ആ പ്രൊജക്ഷൻസ് ശരിക്കും their function is to guide this pollen tube to the synogyds. തീർച്ചയായിട്ടും എഗ് അപ്പാരറ്റസിലേക്ക് തന്നെ, വേറെ എവിടേക്കും മാറ്റിവിടാതെ എഗ് അപ്പാരറ്റസിനുള്ളിലേക്ക് സിനോജിഡ്സിലേക്ക് ഈ വരുന്ന പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ഈ പോളൻ ട്യൂബ് സിനോജിഡ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പോളൻ റൈറ്റ് ടൈപ്പാണ് എന്നൊരു പിസ്റ്റൽ തിരിച്ചറിയുന്നത്? റൈറ്റ് ടൈപ്പ് പോളൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവിടെ ജെർമിനേറ്റ് ചെയ്യുന്നത്? ആ ജെർമിനേഷൻ കഴിഞ്ഞാൽ ആ പോളൻ ട്യൂബ് വളരുന്നത്, പോളൻ ട്യൂബ് വളർന്ന് ഓവ്യൂളിൽ എത്തുന്നത്, ഇത്രയും ഈ പ്രക്രിയ മുഴുവനായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇതിന് നമ്മൾ മുഴുവനായിട്ട് പറയാം, അല്ലെങ്കിൽ ഈ ഇവൻറ്റ്സിന് ഓൾ ടുഗദർ വി കോൾ ദിസ് ആസ്
pollen pistil interaction. So pollen pistil interaction involves the recognition of the right type of pollen, the pollen germination and the growth of pollen tube through the style until it reaches the micropylar end and get directed towards the synergids. So this is pollen pistil interaction. ഇനി ഈ പോളൻ ട്യൂബ് വളരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പോളൻ ട്യൂബ് വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന്? നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ പരീക്ഷണം ഒന്ന് വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. Collect some pollen grain from a flower of pea plant or balsam or any such flowering plant from your garden. Place a drop of 10% sugar solution over a glass slide. Sprinkle the pollen grains over it. Observe the glass slide under the low power lens of a microscope. ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾ ചെയ്യണം. Try to know more adaptations seen in plants to discourage self-pollination. നേരത്തെ ഞാൻ പറഞ്ഞതാണ് സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് കൂടുതൽ അഡാപ്റ്റേഷൻസ്. നമ്മളൊരു 4 അഡാപ്റ്റേഷൻസ് പഠിച്ചു. കുറച്ച് കൂടുതൽ അഡാപ്റ്റേഷൻസ് നോക്കുക. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് എക്സിബിറ്റഡ് ബൈ പ്ലാന്റ്സ്. റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ ആക്ടിവിറ്റി ലോഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകളെക്കുറിച്ചും പോളൻ പിസ്റ്റൽ ഇൻ്ററാക്ഷനെ കുറിച്ചും വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത സ്റ്റേജസ് എന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.